കുഴപ്പമില്ല. എനിക്ക് ലാബ് ഓവറേജ് ആയിട്ടാണ് തോന്നിയത്. ഹൈപ്പിന് അത്രയും എനിക്ക് തോന്നിയില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടമായി, അത്രേ ഉള്ളൂ. ഞാൻ വയ്യാതെ ഞാൻ വെളിയിറങ്ങി, ഞാൻ തലറിഞ്ഞ് ചത്തു. എനിക്ക് പനിയായിരുന്നു. അല്ല, ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് ഞാൻ ചത്തു. കുറച്ചുകൂടെ ഇതിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമെന്ന് എനിക്ക് തോന്നി പേഴ്സണലി. ത്രില്ലർ പടം 2024 ആദ്യത്തെ പടമാണ്, ആദ്യം കാണാൻ പോണ പടം. വൺ ടൈം വാച്ചബിളാണ്. നൈസ് പടം ബ്രോ, കൊള്ളായിരുന്നു. ഇഷ്ടമൊക്കെ ഉണ്ട്, പ്രതീക്ഷിക്കാതെ എല്ലാം ഉണ്ട്, സെറ്റാണ്. നല്ല പടം, ത്രില്ലർ ഫിലിമായിരുന്നു, കൊള്ളായിരുന്നു. മമ്മൂക്ക സ്കാമിങ് അടിപൊളിയായിരുന്നു. കൊള്ളാം, അടിപൊളി പടം. നൈസ് പടം, അടിപൊളിയായിരുന്നു. ഹൈപ്പിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ സ്ക്രീൻ പ്ലേ ആണ് എൻ്റെ മെയിൻ ഇത് കാര്യങ്ങൾ. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ഇതിൽ പോയെങ്കിൽ സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആയിട്ട് പോയി നല്ല ഇതിൽ നല്ലൊരു പാക്കേജാണ് കിട്ടിയത്. ട്വിസ്റ്റുണ്ട്, അതൊന്നും കുഴപ്പമില്ല. സസ്പെൻസ് പടം. നെക്സ്റ്റ് മൂവി അതിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. കൊള്ളായിരുന്നു. സെക്കൻഡ് പാർട്ട് കാണുമോ എന്നൊരു സംശയം, പ്രതീക്ഷ ഉണ്ടായിരുന്നു. മമ്മൂട്ടി വളരെ നന്നായിട്ട് അഭിനയിച്ചു. മമ്മൂട്ടിയുടെ കുട്ടിക്കാലം അഭിനയിച്ചത് വളരെ തൃപ്തിയാണ്. എന്തായാലും എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള പോലെ തോന്നുന്നു. എല്ലാവരും അറിഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേകതരം ഒരാളുടെ ക്യാമിയോ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം. അത് വളരെ ഉഷാറായിട്ടുണ്ട്, വളരെ അധികം നന്നായി ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു ത്രില്ലർ സിനിമ. നല്ല ഓവറോൾ നല്ലൊരു ത്രില്ലറായിരുന്നു. സാധാരണ മിഥുൻ മേനോൻ്റെ രചന പോലെ നല്ല ജയറാമിൻ്റെ ഇതും എല്ലാം നല്ലതായിരുന്നു. പ്രതീക്ഷിച്ച പോലെ നല്ലൊരു പടം തന്നെയായിരുന്നു. പ്രതീക്ഷിക്കാത്ത സസ്പെൻസുകളും ഉണ്ട്. കൊള്ളായിരുന്നു. പടത്തെ പറ്റിയെന്ന് വെച്ചാൽ പടത്തിന് പിന്നെ വേറൊരു നാക്കായിട്ട് ട്രാക്ക് വേറെ ആയിട്ട് പോണ്. പക്ഷെ കൊള്ളായിരുന്നു, ഓവറോൾ കിട്ടില്ലായിരുന്നു. മമ്മൂക്കയാണ് ഹീറോ എന്ന് തോന്നുന്നു. കൊള്ളാം. ജയറാമിൻ്റെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാമെന്നതാണ്. വേറെ പലരെയും തിരിച്ചുവരവും കണ്ടു, ജയറാമിൻ്റെയും തിരിച്ചുവരവ് കണ്ടു. കൊള്ളാം. നിങ്ങൾ ആക്ച്വലി ഈ പറഞ്ഞ പോലെ ആ 150 ട്വിസ്റ്റും എന്താണ് വലിയ സംഭവമൊന്നും പ്രതീക്ഷിച്ച് വരരുത് എന്നൊരു അഭിപ്രായമുണ്ട്. ഒരു ഡ്രാമ എക്സ്പെക്റ്റ് ചെയ്ത് വരിക. ഒരു ത്രില്ലറാണ്, പക്ഷേ ബേസിക്കലി എന്നാലും ഡ്രാമയാണ്. അവിടെ ഇവിടെ കുറച്ച് ട്വിസ്റ്റും കാണും. അത് കാണാണ്ട് മൈൻഡിലായിട്ട് വരിക. ഓവർ എക്സ്പെക്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശരാകും, ചിലപ്പോൾ സന്തോഷപ്പെടും. എനിക്കെന്തായാലും ഓവർ എക്സ്പെക്റ്റേഷൻ വന്നുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഡ്യൂറേഷൻ വേണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കായിരുന്നു, അത്രയാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അഞ്ചാം പാതിര പോലെ ഭയങ്കര ഒരു സൈക്കോ സീരീസ് ത്രില്ലർ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ്. പിന്നെ ഇതിൽ പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി മറ്റേ ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് കേട്ട് അറിയാം നമുക്ക് ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അപ്പോൾ ഈ സിനിമ തുടക്കത്തിലേ ഇങ്ങനെ പോകുമ്പോഴും നമ്മളുടെ മനസ്സിലുണ്ട് ഇതാരായിരിക്കും, അയാളാണ്. നമ്മളെ മനസ്സിലത് കിടക്കണോണ്ട് തന്നെ നമുക്കതൊരു സസ്പെൻസ് എലമെൻ്റ് ആയി. നമുക്കറിയാം ഇന്ന ആൾ വരും, ഇന്ന അതാണ്. അത് മനസ്സിട്ട് കാണുമ്പോൾ നമുക്കത് അഞ്ചാം പാതിരയൊന്നും അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ അവസാനം വരില്ല ത്രില്ലടിച്ച് പോയൊരു സംഭവം. ഇത് നമുക്കറിയാം എപ്പോഴായാലും. ഇപ്പം സെക്കൻഡ് ഹാഫിൽ വന്നാലും ഫസ്റ്റ് ഹാഫിൽ വന്നാലും നമ്മളെ മനസ്സിലുണ്ട് ഒരാൾ വരുമെന്ന്. അയാൾ വന്ന് സിനിമ കഴിഞ്ഞ്, ഇത്രയേ ഉള്ളൂ സിനിമ. ഒരാൾ വരുമെന്ന് വിചാരിച്ച് കണ്ടു, ഒരാൾ വന്നു, കൊന്നു, കണ്ടു, പോയി. ഇത്ര ഹൈപ്പ് കൊടുത്തോണ്ടല്ലേ ഇത്ര ആൾക്കാർ ഈ സിനിമയ്ക്ക് വന്നത്. അപ്പോൾ അത് ഒരു ബിസിനസ്, ഇതെല്ലാം ബിസിനസ്. അല്ലാതെ സിനിമ എൻ്റെ ഒരു ഇതിൽ ഇതൊരു ആവറേജ് പടം. ഈ ഓവർ ഹൈപ്പ് സത്യം പറഞ്ഞാൽ ഒന്നും കൊടുക്കാതെ മിണ്ടാതെ ഒരു സിനിമയായിട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ കൂടെ ആൾക്കാരിൽ വേറെ രീതിക്ക് അത് എത്തുമായിരുന്നു. ആൾക്കാർ ഒരുപാട് പ്രതീക്ഷ വന്ന് ആൾക്കാർക്ക് ആ ഒരു നിരാശ കണ്ടുപോയ പലർക്കും ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ക്യാമിയോ ചെയ്ത ആൾക്ക് നല്ലൊരു മഹാനടനാണ്. പക്ഷേ വേറെ ചെറിയ ആരെങ്കിലും നടനെ വിട്ട് ചെയ്യിച്ചാൽ മതിയായിരുന്നു. ആ ഒരു ക്യാരക്ടർ ഒരു ഡെപ്ത് ഇല്ല. ആ ക്യാരക്ടറിൻ്റെ ഒരു ബിൽഡിങ് പോലും അത്ര ഇതായില്ല.